എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്ന വീട് ഇന്ന് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് കോട്ട് വെള്ള പെയിൻ്റാണ് നമ്മൾ അടിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പമ്പ് ഉപയോഗിച്ച് ഈ വീട് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. പായലൊക്കെ ഉള്ളത് കഴുകി കളഞ്ഞ്, അതുപോലെ തന്നെ പൊട്ടലൊക്കെ ഉള്ളിടത്ത് പുട്ടിയൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഫുള്ള് ഡാമേജ് ഉള്ളിടമൊക്കെ പുട്ടിയൊക്കെ ഇട്ട് ലെവൽ ചെയ്താണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മേളുവശം ഡാം പ്രൂഫ് അടിക്കുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് ഏഷ്യൻ പെയിൻറ്റിൻ്റെ അപ്പെക്സ് അഡ്വാൻസ്ഡ് ഡസ്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞ പെയിൻറ്റ്. വാട്ടർ പ്രൂഫാണ്. 5 വർഷം കമ്പനി വാറൻറ്റി ഉണ്ട്. ഇത് 20 ലിറ്ററിൻ്റെ ടിന്നാണ്. 20 ലിറ്ററിന് MRP 8600 രൂപയാണ് ഇതേ കിടക്കുന്നത്. പക്ഷേ നമുക്കൊരു 5900 രൂപയ്ക്ക് കടകളിൽ നിന്ന് ലഭിക്കും. കേരളത്തിൽ എല്ലായിടത്തും ഒരേ വിലയാണ്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ഇതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വൃത്തിയായിട്ട് കഴുകി ഡാമേജ് ഉള്ളിടത്തൊക്കെ പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ലിറ്റർ പെയിൻറ്റിന് 400 മില്ലി വെള്ളം എന്ന കണക്കിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞ് 4 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട് അടിക്കുന്നത്. വീടുകൾ വെള്ളം വീർപ്പമൊക്കെ നനവും വീടിൻ്റെ അകത്തോട്ട് ഈർപ്പമൊക്കെ വന്ന് അകത്തെ പെയിൻറ്റുകളൊക്കെ പൊളിഞ്ഞു പോകുന്നതൊക്കെ തടയാനും ഒക്കെ ആയിട്ടാണ് ഈ പെയിൻ്റ് അടിക്കുന്നത്. വെള്ളമൊന്നും ഭിത്തി വലിച്ചെടുക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരികയില്ല. ഇത് ഇൻഡിഗോയുടെ വാൾപുട്ടിയാണ്. ഡാമേജൊക്കെ ഉള്ളിടത്ത് പുട്ടിയിടുന്നത്. ക്രാക്ക് ഉള്ളിടത്തൊക്കെ വിള്ളലൊക്കെ ഉള്ളിടത്ത് ഇതിടും. ഇതിന് 1 കിലോയുടേതിന് 80 രൂപയാണ് വില. ഒരുപാട് പുട്ടിയൊക്കെ വീടിന് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ സിമെൻറ്റ് പ്രൈമർ മേടിച്ചടിക്കണം. കുറച്ച് പുട്ടിയൊക്കെ ഇടുന്നുള്ളെങ്കിൽ കുറച്ച് പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതി, പ്രൈമർ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അപ്പെക്സ് അൾട്ടിമ എന്ന് പറയുന്നൊരു പെയിൻറ്റും കൂടെയുണ്ട്. ഇതിൻ്റെ കൂടിയതാണ്. അതിന് ഒരു 8000 രൂപ മേളിൽ വിലയുണ്ട്. സാധാരണ വീടുകൾക്കൊക്കെ അപ്പെക്സ് മേടിച്ചടിച്ചാൽ മതി. നമ്മളിപ്പോൾ ഇതൊരു 20 ലിറ്ററിൻ്റെ പെയിൻ്റ് ആയിരുന്നു. അകമൊക്കെ അടിച്ച് നമ്മൾ ഏകദേശം 3/4 ഭാഗത്തോളം ഇത് തീർത്തു. ഇനിയിപ്പം പുറം വശം കൂടെ ഉള്ളൂ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് പെയിൻറ്റ് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ആവശ്യത്തിന് 1 ലിറ്ററിന് 400 മില്ലി എന്നുള്ള കണക്കിൽ വെള്ളം മിക്സ് ചെയ്താണ് നമ്മൾ അടിക്കുന്നത്. അപ്പം നമുക്കൊരു കുഴമ്പ് പരുവത്തിൽ പെയിൻറ്റ് കിട്ടും. നമ്മളിത് ബ്രഷിനാണ് അടിക്കുന്നത്. റോളറിനൊക്കെ അടിക്കാൻ പറ്റുന്നിടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിക്കാം. നമ്മളിതിപ്പോൾ അകമൊക്കെ റോളറിനാണ് അടിച്ചത്. വെളിവശം നമ്മൾ ബ്രഷിനാണ് അടിക്കുന്നത്. ഇത് പുട്ടിയൊന്നും ഇടാത്ത ഭിത്തിയാണ്. അതുകൊണ്ട് തേപ്പിൻ്റെ ഒത്തിരി കിഴുത്തകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ പെയിൻറ്റ് അതിൻ്റെ ഇടവഴിയെല്ലാം കയറാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ബ്രഷിനടിക്കുന്നത്. ശരിക്ക് ഗ്യാപ്പൊക്കെ അടിച്ച് നല്ലപോലെ പെയിൻറ്റ് ചെല്ലാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്ന രീതിയിൽ ബ്രഷിനടിക്കുമ്പോൾ കിട്ടും. ബ്രഷിന് പെയിൻ്റ് അടിക്കുമ്പോൾ കുറച്ച് പെയിൻറ്റ് കുറവാണ്, കുറച്ച് പെയിൻറ്റേ ചിലവാകുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് വെളിവശം ഫുള്ള് ബ്രഷിനടിക്കുന്നത്. ഫസ്റ്റ് കോട്ടാണ് അടിക്കുന്നത്. ഫസ്റ്റ് കോട്ട് അടിക്കുന്നത് എല്ലാം ക്രോസാണ് അടിക്കുന്നത്. ക്രോസ് അടിച്ച് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ സെക്കൻഡ് കോട്ട് അടിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെക്കൻഡ് കോട്ട് അടിക്കും. ഫുള്ള് പായലുള്ളതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി, അതുപോലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തൂത്ത് കളഞ്ഞ് നല്ല പൊളിഞ്ഞു പോകുന്ന പെയിൻറ്റൊക്കെ പഴയതുണ്ടെങ്കിൽ അതെല്ലാം പൊളിച്ച് കളയണം. എന്നിട്ട് നല്ലപോലെ പെയിൻ്റ് അടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷമല്ല അതിൽ കൂടുതൽ കിട്ടും. കമ്പനി 5 വർഷമേ വാറൻറ്റി പറയുന്നുള്ളൂ. പക്ഷേ അതിലും കൂടുതൽ നമുക്ക് കിട്ടും. 5 കൊല്ലം കഴിയുമ്പോഴത്തേന് പെയിൻറ്റ് പതിയെ മങ്ങിയൊക്കെ തുടങ്ങും. ഇതിപ്പം നമ്മളെ വീടിന് ഫുള്ള് വെള്ളയാണ് അടിക്കുന്നത്. ഫുള്ള് മരങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു വെട്ടത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഫുള്ള് വൈറ്റ് തന്നെ അടിക്കുന്നത്. പിന്നെ വൈറ്റ് അടിച്ച വീടുകൾ കാണാനും പൊതുവെ ഒരു നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മേളുവശം ഫുള്ള് നമ്മൾ ഡാം പ്രൂഫ് ഒരു കോട്ട് അടിച്ചതായിരുന്നു. അതിൻ്റെ പുറത്താണ് നമ്മളിപ്പം വീണ്ടും സെക്കൻഡ് കോട്ട് അടിക്കുന്നത്. മേളുവശം ഈർപ്പം നനഞ്ഞ് അകത്തോട്ട് ഭിത്തി
അകത്തെ പെയിൻ്റൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ച് വരുന്നത് പോലൊക്കെ മഴക്കാലത്ത് വരുമായിരുന്നു. ചെറിയ മഴയത്തൊന്നുമല്ല, നല്ല കേരളത്തിലെ കാലാവസ്ഥ അറിയാമല്ലോ, നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇതുണ്ടാകുമെന്ന്. ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഒരു കോട്ട് അടിച്ചപ്പം തന്നെ നല്ല ഫുൾ കവറായിട്ടുണ്ട്. വൈറ്റ് എടുത്തറിയാം. നേരത്തെ വൈറ്റ് അടിച്ച് കടന്നതായതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മളിതിൻ്റെ പുറത്ത് ഇനി സെക്കൻഡ് കോട്ട് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ജനലും കട്ടളയൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട്. തറക്കല്ലിനും ഒക്കെ പെയിൻ്റ് അടിക്കാനുണ്ട്. അതെല്ലാം അടിച്ചുള്ള ഫുൾ ഫിനിഷ് ചെയ്തുള്ളൊരു വീഡിയോ ഉടനെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.